ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 6 യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഫുൾ മാർക്ക് അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് നമുക്ക് ഒരു സബ്ജക്റ്റിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. നമ്മൾ 6ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ്. സോ നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാന് വേണം. എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലും സ്കോർ ചെയ്യേണ്ടത്, ഏത് തരത്തിൽ നമ്മൾ പഠിച്ചാലാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സോ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതിലേക്ക് നമുക്ക് കടക്കാം. സോ സീക്രട്സ് ടു ഫുൾ മാർക്സ്, അതായത് ഫുൾ മാർക്ക് നേടാനുള്ള ഒരു കുറച്ച് സീക്രട്ടുകളുണ്ട്. ആ സീക്രട്ടുകളാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു സീക്രട്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്യൂഷൻ പോവാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ആക്ച്വലി ട്യൂഷനിലൊക്കെ നമ്മൾ ഇന്ന് സ്കൂളുകളൊക്കെ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഒരു ഡ്രോബാക്ക് ഉണ്ട് അല്ലേ, കുറച്ചധികം കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ട്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സ്കൂളിലും ഈ ഒരു ലെവലിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ആ ഒരു രീതിയിലേക്ക് എങ്ങനെ നമുക്ക് എത്താൻ പറ്റും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓരോ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സോ എന്താണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നോ ട്യൂഷൻ ഫിലോസഫി, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആദ്യം തന്നെ ഫോളോ ചെയ്യുന്നത്. എന്തുകൊണ്ട് നോ ട്യൂഷൻ എന്ന് പറയുന്നത് നോക്കാം. മിത്ത് എന്താണ്, യു ആർ അബ്സല്യൂട്ട്ലി നീഡ് എക്സ്ട്രാ ട്യൂഷൻ ക്ലാസ് ടു ഗെറ്റ് ടോപ്പ് ഗ്രേഡ്സ് ഇൻ മിഡിൽ സ്കൂൾ. അത് മിഡിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ട്യൂഷന് പോയാലാണ് കുറച്ചുകൂടി മാർക്ക് കിട്ടാമെന്ന് പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിചാരിക്കണം ട്യൂഷന് പോകാൻ നല്ലതല്ല, നമ്മൾ തന്നെ എന്ത് ചെയ്യണം, സെൽഫായിട്ട് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ റിയാലിറ്റിയിൽ പറയുന്നത്. നമ്മളുടെ ട്യൂഷൻ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒരിക്കലും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. നമ്മളുടെ നമ്മളെ എഡ്യൂക്കേഷനിൽ കുറച്ച് ഡ്രോബാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് അധികം അതിന് നെഗറ്റീവ്സ് ഉണ്ട്. സോ ആ ഒരു കാര്യം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും ട്യൂഷനെ ഫോളോ ചെയ്യാറുള്ളത്. പക്ഷെ ആ ട്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെൽഫ് സ്റ്റഡി എന്ത് ചെയ്യണം, നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. സെൽഫ് സ്റ്റഡിയാണ് എന്ത് ചെയ്യുന്നത്, ടോപ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങളുടെ ക്ലാസ്സിലും ടോപ്പേഴ്സ് ഉണ്ടാവും. ടോപ്പേഴ്സിനൊക്കെ നല്ല സ്കോർ കിട്ടുന്നത് എന്തുകൊണ്ടാണ്, അവർ ജസ്റ്റ് ട്യൂഷന് പോയാൽ മാത്രം മതിയോ. ആക്ച്വലി ഒരാൾ ട്യൂഷന് മാത്രം പോയത് കൊണ്ട് മാത്രം അയാൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, അയാൾ കൂടി എന്ത് ചെയ്യണം, വിചാരിക്കണം. സോ അതാണ് മേജർലി ഡിഫറൻസ് ആയിട്ട് വരുന്നത്. സോ ഇറ്റ് ബിൽഡ്സ് കോൺഫിഡൻസ്, സേവ്സ് ട്രാവൽ ടൈം ആൻഡ് ലെറ്റ്സ് യു ലേൺ ടു അറ്റ് യുവർ പേസ്. അതായത് നിങ്ങളുടെ പേസിൽ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേസിൽ, നിങ്ങളുടെ ഫാസ്റ്റ്നെസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് പഠിക്കാൻ പറ്റും. സോ അതിനൊക്കെ നമുക്ക് എന്തൊക്കെ ടെക്നിക്കുകൾ യൂസ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതാണ് നമ്മൾ നോക്കുന്നത്. റൂൾ നമ്പർ 1, ദ ടെക്സ്റ്റ് ബുക്ക് ഈസ് ദ കിങ്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനാണ് എന്താ നമ്മുടെ കിങ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് എക്സാമിന് ചോദിക്കുക, നമ്മുടെ സ്കൂൾ എക്സാമിന് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. അതിന് പുറമേ ഉള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ചോദിക്കില്ല. സോ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 6th ഗ്രേഡിൽ 95% ഓഫ് എക്സാം ക്വസ്റ്റ്യൻ കം ഡയറക്ട്ലി ഫ്രം യുവർ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്. യു ഡോണ്ട് നീഡ് എക്സ്പെൻസീവ് ഗൈഡ്സ്. നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗൈഡ്സോ കാര്യങ്ങളൊന്നും നിർബന്ധമില്ല. നമ്മുടെ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് നമ്മുടെ ഓവറോൾ കണ്ടന്റും നമ്മളെ ക്വസ്റ്റ്യൻസും അതിനുള്ള ആൻസേഴ്സും ഒക്കെ ഇരിക്കുന്നത്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. ലൈൻ ബൈ ലൈൻ റീഡ് എവറി സിംഗിൾ സെൻറ്റൻസ്. ഓരോ സിംഗിൾ സെൻറ്റൻസിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഓരോ ലൈനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫെമിലിയർ ആവണം. നമ്മൾ അത് കാണാപ്പാഠം പഠിക്കണം എന്നല്ല പറയുന്ന, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റീഡ് ചെയ്യണം. അത് വൺസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡോണ്ട് സ്കിപ്പ് ഡിഡ് യു നോ പോലെയുള്ള CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. സോ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതും എന്ത് ചെയ്യണം, ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യണം. പലപ്പോഴും ഇങ്ങനെയുള്ള പല എക്സാംസിനും, അതായത് കോമ്പറ്റേറ്റീവ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ വരാറുള്ളത് ഇങ്ങനെയുള്ള ബോക്സുകളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, വിടരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്യാനുള്ള എക്സസൈസുകൾ, ആക്ടിവിറ്റീസുകളൊക്കെ നമുക്ക് സ്റ്റേറ്റ് ബുക്കിലാണെങ്കിലും CBSEയിലാണെങ്കിലും NCERT എക്സാംപ്ലറേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ SCERTയിലാണെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും. നിങ്ങളുടെ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ തന്നെ എന്തുണ്ട്, നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. അത് ഓരോന്നും നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. സോ അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ എന്ത് ചെയ്യാം, ഒരു ഐഡിയ കിട്ടുക. സോ ടെക്സ്റ്റ് ബുക്കാണ് ഫസ്റ്റ് റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്തൊരു റൂളാണ്, ദാറ്റ് 45/50 ടൈം റൂൾ. അതായത് ടൈം നമ്മൾ എന്ത് ചെയ്യണം, 45/50 എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റണം. അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കിട്ടുള്ളൂ. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു റൂള് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതാണ് അത് മീൻ ചെയ്യുന്നത്. സോ ഡോണ്ട് സ്റ്റഡി ഫോർ 5 hours വൺസ് എ വീക്ക്. അതായത് നമ്മൾ എല്ലാ വീക്കിലും 5 hours വെച്ചിട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പം അത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യരുത്, പോകരുത്. സ്റ്റഡി ഫോർ 2 hours എവറി ഡേ
യൂസിങ് ദി സ്പ്ലിറ്റ്. അതായത് ഒരു സ്പ്ലിറ്റ് കൊടുക്കണം. അത് നമ്മൾ ഓരോ ദിവസവും 2 മണിക്കൂർ നമ്മൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കും. നമ്മൾ കണ്ടിന്യൂസ്ലി പഠിക്കും. അതിനുശേഷം നമ്മൾ പലവിധ കാര്യങ്ങൾ ചെയ്യും. അതല്ല ആക്ച്വലി ഒരു ഗുഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ആക്ച്വലി നല്ലൊരു മെത്തേഡ് ഉണ്ട്, അതാണ് 45/15 റൂൾ. ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ആദ്യത്തെ 45 മിനിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യരുത്, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുക ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ ആ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10-15 മിനിറ്റ് നമുക്ക് ഷോർട്ടായിട്ടുള്ള എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു ടീ ബ്രേക്ക് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ സ്ട്രെച്ച് ചെയ്യാനും വാട്ടറും റിലാക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, റിലാക്സ് ചെയ്യാനുള്ളൊരു ടൈമാണ്. നമുക്ക് ഒരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് ഉദ്ദേശിച്ച്, സ്ട്രെച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ബ്രേക്കിൽ ചെയ്യാൻ പറ്റും. വീണ്ടും ഒരു 45 മിനിറ്റ്സ് ഇരിക്കാം, ദെൻ 50 മിനിറ്റ്സ് എന്ത് ചെയ്യാം, നിങ്ങൾ ബ്രേക്ക് കൊടുക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് മൈൻഡ് റീഫ്രഷ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു മടുപ്പ് വരാറുണ്ട് അല്ലേ, നമുക്ക് ഒരുപാട് നേരം ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു മടുപ്പ് വരാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഇനി ഇതന്നെ എന്ത് ചെയ്യാം, നമുക്ക് 2 തവണ ഈ ഒരു 45/50 എന്ന് പറയുന്ന രീതിയിൽ 2 തവണ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് 2 മണിക്കൂർ കണ്ടിന്യൂസ്ലി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും, കണ്ടൻസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. സോ അതാണ് അടുത്തൊരു റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും പല സ്റ്റുഡൻസിന് വരുന്ന ഒരു ഇഷ്യൂ ആണ് മാത്സിൽ അല്ലേ. മാത്സിൽ എന്ത് ചെയ്യും, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ വായിക്കും. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിച്ചുകൊണ്ട് നമുക്ക് മാത്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. മാത്സ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, മാത്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. സോ മാത്തിൽ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡോണ്ട് റീഡ്, നമ്മൾ ഡു ചെയ്യണം, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം. യു കനോട്ട് റീഡ് മാത്തമാറ്റിക്സ്, യു മസ്റ്റ് സോൾവ് ഇറ്റ്. കീപ്പ് എ സെപ്പറേറ്റ് ഫോർമുല ബുക്ക് ടു റിവൈസ് ഡെയിലി. അതായത് നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോർമുല ബുക്കൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്തു വെക്കാം. അതായത് സപ്പോസ് നമുക്ക് A+1/B എങ്ങനെയാണ് കാണേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BA+1/AB എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ B എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ സെർട്ടൺ ആയിട്ടുള്ള ലാംഗ്വേജസ് അല്ലെങ്കിൽ സെർട്ടൺ ആയിട്ടുള്ള ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസിലി ഒരുപാട് ഫോർമുലാസൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള എന്ത് ചെയ്യാം, നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ബുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ പ്രാക്ടീസ് സോൾവ് എക്സാമ്പിൾസ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ഫസ്റ്റ്. അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ആദ്യം ചെയ്യാൻ നോക്കുക. ഇഫ് യു ഗെറ്റ് ദ ആൻസർ റോങ്, നിങ്ങളുടെ ആൻസർ റോങ് ആണെങ്കിൽ ഫൈൻഡ് എക്സാക്ട്ലി where the mistake is. അതായത് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് അത് ആദ്യം ചെക്ക് ചെയ്യുക. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാണ്, ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, അങ്ങനെയാണെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെന്ന് എന്ത് ചെയ്യാം, ആദ്യം ചെക്ക് ചെയ്യണം. നെവർ ജസ്റ്റ് കോപ്പി ദ കറക്റ്റ് ആൻസർ ഫ്രം എ ഗൈഡ്. ഒരു ഗൈഡിൽ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ എഴുതാനല്ല ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പഠിക്കില്ല. ഓക്കെ, സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് സോഷ്യലും സയൻസും എങ്ങനെയാണ് നമ്മൾ പഠിക്കുക. നമ്മൾ EVS എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് നമ്മൾ 6th എത്തുന്ന സമയത്ത് നമുക്ക് സയൻസും അതുപോലെ തന്നെ സോഷ്യലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. സോ അതിൽ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് സയൻസും സോഷ്യലും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സയൻസ് ആണെങ്കിൽ ഒരുപാട് ഡയഗ്രാംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡയഗ്രാംസ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റേറ്റിലാണെങ്കിലും CBSE ആണെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഡയഗ്രാംസ് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ പ്രാക്ടീസ് ഡ്രോയിങ് ദം അൺടിൽ ദേ ആർ പെർഫെക്റ്റ്. അതായത് പെർഫെക്റ്റ് ആവുന്ന വരെ എന്ത് ചെയ്യാം, നമുക്ക് വരച്ചു നോക്കാം. അതായത് പെർഫെക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആ ഒരു പിക്ചർ എങ്ങനെയാണോ ആ രീതിയിലേക്കുള്ള പെർഫെക്ഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ടീച്ചർ അറിയാം, നമ്മുടെ ടീച്ചർക്ക് നമ്മൾ എങ്ങനെയാണ് വരച്ചാലാണ് മനസ്സിലാവുക, ആ രീതിയിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ എത്തേണ്ടത്. കാരണം നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ എക്സാംസിൻ്റെ പേപ്പർ ചെക്ക് ചെയ്യുന്നത് ആരാണ്, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. സോ ആ ടീച്ചേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് വരയ്ക്കാൻ പറ്റണം. അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ദ വൈ ബിഹൈൻഡ് കോൺസെപ്റ്റ്. ഓരോ കോൺസെപ്റ്റിലും അതിന് പിന്നിലുള്ള ഒരുപാട് റീസണുകൾ ഉണ്ടാവും, അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം എന്ത് ചെയ്യണം, നമുക്ക് അറിയാൻ പറ്റണം. അതുപോലെ തന്നെ ഡോണ്ട് ജസ്റ്റ് മെമ്മറൈസ് ഡെഫിനിഷൻസ്. ഓരോ ഡെഫിനിഷൻ അതായത് ഇപ്പം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് പ്ലാന്റ് ഫുഡ് മേക്ക് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് നമുക്കറിയാം. ഓക്കെ, അതിലെന്താണ് നടക്കുന്നത് നമുക്ക് ആദ്യം അറിയണം അല്ലേ. അല്ലാതെ നമ്മൾ ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഫുഡ് മേക്ക് അല്ലെങ്കിൽ പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ് എന്ന് പറയുന്ന ആ ഒരു മെമ്മറൈസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു റോഡ് ലേണിംഗ് അല്ല നമുക്ക് വേണ്ടത്. അതായത് കാണാപ്പാഠം പഠിക്കുന്ന അല്ലെങ്കിൽ ബൈ ഹാർട്ടായിട്ട് പഠിക്കുന്ന ആ ഒരു കാണാപ്പാഠം പഠിക്കുന്ന ഒരു ടെക്നിക്കല്ല നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി സോഷ്യലാണെങ്കിലും സോഷ്യൽ 2 സ്പ്ലിറ്റ് ആയിട്ടാണ് മാറുന്നത്. ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ആണുള്ളത്. സ്റ്റേറ്റിനാണെങ്കിലും CBSE ആണെങ്കിലും ഈ കണ്ടൻസിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ സിവിക്സ് ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരിക. അപ്പം ആ ഒരു ഹിസ്റ്ററിയിൽ നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതായത് സപ്പോസ് നമുക്കൊരു ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും
ഒരു ഒക്കറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നടന്നിട്ടില്ല എന്തെങ്കിലും, സപ്പോസ് വാസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഫ്രീഡം ഫൈറ്റുകളാവാം, ഇതിൻ്റെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈൻഡ് മാപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഈ വർഷമാണ് നടന്നത്. നമുക്ക് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടുള്ളത് 1947 ഓഗസ്റ്റ് 15 ആണ്. അതിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, 1919 എന്ത് നടന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ നമ്മളൊരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ഇങ്ങനെയുള്ള ഡേറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. ഇനി ജോഗ്രഫി ആണെങ്കിലോ, ജോഗ്രഫിയിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രീസ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻഷ്യൻ്റ് ആയിട്ടുള്ള മോണ്യുമെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. പുരാതനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മാപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ വലിയ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് മാപ്പിലാണ് മാർക്ക് ചെയ്യാൻ പറ്റുക. അപ്പം മാപ്പിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ഇപ്പം സപ്പോസ് ഒരു സ്റ്റേറ്റ്, ഇപ്പം മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ടാവും, ആ സ്റ്റേറ്റ് എവിടെയാണ് നമുക്കറിയണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്, സോ അതെവിടെയാണെന്ന് അറിയണം. അതുപോലെ തന്നെ മണിപ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്, സോ അതെവിടെയാണ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു ജോഗ്രഫി പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അവിടേക്കൊക്കെ എത്താൻ പറ്റണം. സോ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ മേജർലി സയൻസിലും സോഷ്യലിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മളെപ്പോഴും നമ്മൾ ഒഴിവാക്കുന്ന, പലപ്പോഴും പല സ്റ്റുഡൻസും ഒഴിവാക്കുന്ന ഒരു സബ്ജക്റ്റാണ് അവരുടെ ലാംഗ്വേജസ്. എല്ലാവർക്കും ഈസി ആയിരിക്കും, ഇംഗ്ലീഷ് ആണെങ്കിലും, സപ്പോസ് ഇംഗ്ലീഷ് മലയാളം ആണെങ്കിലും, സംസ്കൃതം ആണെങ്കിലും, ഉറുദു ആണെങ്കിലും, അറബിക് ആണെങ്കിലും, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, തമിഴ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, അവർക്ക് ഈസി ആയിരിക്കും അല്ലേ. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഒക്കെ എന്തായിരിക്കും, പലപ്പോഴും ഈസി ആയിട്ടാണ് വരാറുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഇത് ഈസിലി നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലാംഗ്വേജസ് എപ്പോഴും പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ റീഡ് അലൗഡ്, നമ്മൾ ആ ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അലൗഡായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ശബ്ദം കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സംസാരിച്ച് കൊണ്ട് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ റീഡ് അലൗഡ്. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ്, നമുക്ക് ലാംഗ്വേജസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ആണ്. നമ്മുടെ ടീച്ചേഴ്സിന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മളെ ലാംഗ്വേജസ് എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ടുവരണം. കാരണം നമ്മൾ ഹയർ ലെവലിലേക്കാണ് ഓരോ ഗ്രേഡിലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മുടെ ടീച്ചേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമുക്ക് എത്താൻ പറ്റണം. അതുപോലെ തന്നെ ഗ്രാമേഴ്സ് ആണ് ഏറ്റവും ഈസി. അതായത് നമുക്കൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് വേർബ്സ്, എവിടേക്കാണ് നൗൺസ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് കർത്താവ്, ക്രിയ, ഇതൊക്കെ എവിടെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കണം. കാരണം നമ്മൾ ഹയർ ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമുക്ക് ഇനി നമ്മൾ ഇപ്പം ഒരു സോഷ്യൽ മീഡിയ ഒക്കെ അത്രയും അധികം ഇൻക്ലൂഡഡ് ആയില്ല, അല്ലെങ്കിൽ നമ്മളെ പാർട്ടായിട്ട് വരുന്ന ഒരു ലൈഫ് ജനറേഷനാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മളെ ജനറേഷനൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിലേക്കും, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഏരിയാസിലേക്കും, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കരിയർ പാത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് വൺസ് എങ്കിലും നമ്മൾ മെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് സെൽഫായിട്ട് തന്നെ നമ്മൾ എഴുതുമ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള AI കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സെൻറ്റൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ലെറ്റർ അയക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ലാംഗ്വേജ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് സപ്പോസ് നമുക്ക് സെർട്ടൺ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ആ ഒരു വേർഡ്സ് എന്ത് ചെയ്യുക, നമ്മൾ ഡിക്ഷണറിയിൽ എന്ത് ചെയ്യുക, നമ്മളൊരു ഡിക്ഷണറി കീപ്പ് ചെയ്യുക. ആ ഡിക്ഷണറിയിൽ നമ്മളെ വേർഡ്സ് എന്താണ്, അതെന്ത് ചെയ്യുക, ഫ്രീക്വൻ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു വേർഡ്സ് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്ത ആ ഒരു വേർഡ്സ് എന്ത് ചെയ്യുക, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി നന്നായിട്ട് ആ ഡിഫിക്കൽട്ട് വേർഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ മൈൻഡിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കാര്യമാണ് നമ്മൾ ലാംഗ്വേജസിൽ വരുത്തേണ്ടത്. ഇനി സ്മാർട്ട് സ്റ്റഡി ടെക്നിക്സ്, എങ്ങനെയൊക്കെയാണ് സ്മാർട്ടായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദ ഫെയ്ൻമാൻസ് ടെക്നിക് എന്ന് പറയുന്നത്. ഫെയ്ൻമാൻസ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ആ പേര് കേട്ടിട്ടൊന്നും പേടിക്കണ്ട. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ സപ്പോസ് നിങ്ങളുടെ സിബ്ലിങ്സിനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊച്ചനിയന്മാരുണ്ടാവും, അനിയത്തിമാരുണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ചേച്ചിമാർ, ചേട്ടന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരെ ടീച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ ആരുമില്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക,
നിങ്ങളുടെ ടോയ്സിന് എന്ത് ചെയ്യുക, പഠിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി പഠിച്ചു, ആ കാര്യം നമ്മൾ ടീച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡബിൾ വെരിഫിക്കേഷൻ അല്ലേ, നമുക്കൊരു 2 തവണ വെരിഫൈ ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതാണ് ഫെയ്ൻമാൻസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ആക്റ്റീവ് റീകോൾ. നമ്മൾ പഠിച്ച പല കാര്യങ്ങളും എന്ത് ചെയ്യും, നമുക്ക് മറന്നു പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ വായിച്ചു നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ബുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്താണ് പഠിച്ചത് ഒന്ന് ജസ്റ്റ് ഓർത്തെടുക്കാം. അപ്പോൾ ഓർത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രെയിനിൽ സ്റ്റോർഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ബ്രെയിൻ പറയും ഇന്ന കാര്യങ്ങളാണ്, ഇന്നതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ബ്രെയിൻ തന്നെ നമുക്ക് പറഞ്ഞിടും. അതിനാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫെയ്ൻമാൻ ടെക്നിക്സും അതുപോലെ തന്നെ ആക്റ്റീവ് റീകോൾ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എക്സാം വിന്നിങ് സ്ട്രാറ്റജിയാണ്. എക്സാമിൽ എങ്ങനെയാണ് വിൻ ചെയ്യുക? സോ എക്സാമിൽ വിൻ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, പാസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്യുക, മാക്സിമം ചെയ്ത് നോക്കാം. കാരണം പ്രീവിയസ് ഇയറിൽ വരുന്ന അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ വർഷങ്ങളും വരാം. സോ ആ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മളുടെ ഒരു ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി ഐഡിയ കിട്ടും. സോ ആ പ്രീവിയസ് ഇയറിൽ ചെയ്തിട്ടുള്ള പാസ്റ്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലുള്ള പേപ്പേഴ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയറിൽ നമ്മൾ സ്കൂളിൽ ചിലപ്പം നമുക്ക് പേപ്പേഴ്സ് ഒന്നും അവൈലബിൾ ആവില്ല. ബട്ട് നമുക്ക് എന്താണ്, ഇൻ്റർനെറ്റ് ഉണ്ട്, ഇൻ്റർനെറ്റിൽ നമുക്ക് അവൈലബിൾ ആവല്ലോ. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സിമുലേഷൻസ്, അതായത് സിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മോക്ക് ടെസ്റ്റുകൾ പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള, സപ്പോസ് നമ്മൾ ഇപ്പോൾ 6th സ്റ്റുഡൻസ്, ഇപ്പം സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസിന് ന്യൂ മാത്സ് എക്സാം ഉണ്ട്, അതുപോലെ തന്നെ CBSE സ്റ്റുഡൻസിന് SOF-ൻ്റെ എക്സാംസ് ഉണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ആ മോക്ക് ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സാമിനും എന്ത് ചെയ്യാം, നമ്മുടെ ബോർഡ് എക്സാമിനും എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനെ മെൻഷൻ ചെയ്തു എന്നുള്ളൂ. ഓക്കെ. ഇനി പ്രസൻറ്റേഷൻ നമ്മൾ എപ്പോഴും നമ്മളെ ആൻസർ പേപ്പർ എന്തായിരിക്കണം, നമ്മളുടെ ടീച്ചേഴ്സിന് മനസ്സിലാവണം നമ്മൾ എന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടോ? ഇല്ല. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ ആൻസറിൻ്റെയും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള അതിൻ്റെ കൃത്യമായുള്ള ആൻസർ എവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിന് അണ്ടർലൈൻ ചെയ്യുക. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ക്വസ്റ്റ്യനിൽ ഇപ്പം ലേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിത്രം നമ്മളൊന്ന് പകർത്തി വരയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആ ഒരു പിക്ചർ നമ്മൾ ഡ്രോ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമ്മളുടെ റിസൾട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 100%ലേക്ക് നമ്മളുടെ ആ ഒരു ടോപ്പ് മാർക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യണം. എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ എക്സാമിൻ്റെ സമയത്ത് ബ്രെയിൻ വർക്ക് ചെയ്യണം. സോ ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് ആവശ്യമാണ്. സോ പ്രോപ്പർ സ്ലീപ്പ് എന്ന് പറയുന്നത് 8 to അല്ലെങ്കിൽ 7 to 9 hours നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസവും ഉറങ്ങണം. എന്തിനാണ്, ബ്രെയിനിന് ഒരു റിഫ്രഷ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ ബ്രെയിൻ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം അല്ലേ. സോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ മീൻസ് അതിനൊരു റെസ്റ്റ് കൊടുക്കണം. ബ്രെയിൻ ഓൾമോസ്റ്റ് 24 hours എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു റെസ്റ്റ് ടൈം കൊടുക്കണം. അപ്പോൾ ആ റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് പ്രോപ്പർ റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 7 to 9 hours ആണ്. സോ ഈ 7 to 9 hours എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ബ്രെയിനിന് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സർട്ടൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, നട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്തിനാണ് നമ്മൾ ജങ്ക് ഫുഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, കട്ട് ഡൗൺ ചെയ്യുക, ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രെയിനിനെ പ്രോപ്പറായിട്ട് വർക്കിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക, അതായത് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫോക്കസ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, മൊബൈൽ ഫോൺസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാം മീൻസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മളുടെ ഫോൺ വേറൊരു സൈഡിലേക്ക് നമ്മൾ മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഓക്കെ. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ നിങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേതെങ്കിലും
ടൈപ്പ് ഓഫ് തിങ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.